Hello everyone, welcome to my channel, and in this video I'll be discussing about citizenship. So നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 2 ആർട്ടിക്കിൾസ് 5 to 11 നമ്മുടെ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇന്ത്യ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറ്റ് കൺട്രീസിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഐഡിയ അഡോപ്റ്റ് ചെയ്തത് ബ്രിട്ടനിൽ നിന്നാണ്. സോ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നതും സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സിറ്റിസൺഷിപ്പ്, ഏതൊക്കെ ആർട്ടിക്കിൾസിലാണ് കവർ ചെയ്യുക. അത് ഞാൻ പറഞ്ഞു ഓൾറെഡി, ലൈക്ക് പാർട്ട് 2 ആർട്ടിക്കിൾസ് 5 to 11 കവർ ചെയ്യുന്നത്. ആൻഡ് ഇതിന് കുറച്ച് ഡീറ്റെയിൽസ് നോക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റുക. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് ലോസ് ആവുക എന്നുള്ളതാണ് നോക്കാം. അതുപോലെ തന്നെ ഒരു പാർട്ട് കൂടി കവർ ചെയ്യും, ലൈക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഏതൊക്കെ റൈറ്റ്സാണ് സിറ്റിസൺസിന് കിട്ടുന്ന റൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് കൂടി നമ്മളിതിൽ കവർ ചെയ്യും. അപ്പോൾ നമ്മളുടെ റൂൾസ് പ്രകാരം നമ്മൾക്ക് 2 ടൈപ്പ് ഓഫ് ആളുകളാണുള്ളത്, സിറ്റിസൺസ് ആൻഡ് ഏലിയൻസ്. സിറ്റിസൺ എന്ന് പറയുന്നത് ഫുൾ മെമ്പേഴ്സ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് ഓ അലിജിയൻസ് ടു ഇറ്റ്. അപ്പം സിറ്റിസൺസിന് എന്തായിരിക്കും, അവർക്ക് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും. ഏലിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൺ ദ അതർ ഹാൻഡ് ദേ ആർ സിറ്റിസൺസ് ഓഫ് സം അതർ സ്റ്റേറ്റ് ആൻഡ് ഹെൻസ് ഡു നോട്ട് എൻജോയ് ഓൾ ദ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അപ്പോൾ അവർ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ വേറെ ഏതെങ്കിലും കൺട്രിയുടെ പാർട്ടായിരിക്കും. നമ്മൾ സിറ്റിസൺസ് എൻജോയ് ചെയ്യുന്ന പോലെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എല്ലാം തന്നെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. ഇതിൽ തന്നെ നമുക്ക് ഏലിയൻസിൽ തന്നെ ഫ്രണ്ട്ലി ഏലിയൻസ് എന്നും എനിമി ഏലിയൻസ് എന്നും പറഞ്ഞ 2 കാറ്റഗറി ഉണ്ട്. ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് വെച്ചാൽ ആ സബ്ജക്ട്സ് ഓഫ് ദോസ് കൺട്രീസ് ദാറ്റ് ഹാവ് കോർഡിയൽ റിലേഷൻസ് വിത്ത് ഇന്ത്യ. ഇനി എനിമി ഏലിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള കൺട്രീസ് ആയിരിക്കും ഈ എനിമി ഏലിയൻസ് എന്ന് പറയുന്നത്. കമ്പയർഡ് ടു ഫ്രണ്ട്ലി ഏലിയൻസ് അവർക്ക് ലെസർ റൈറ്റ്സ് ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ദേ ഡു നോട്ട് എൻജോയ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. ആർട്ടിക്കിൾ 22 പ്രകാരം നമുക്ക് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷന് ഉള്ള പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഒന്നും ഈ എനിമി ഏലിയൻസ് ആയിട്ട് അവർക്കൊന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾക്ക് സിറ്റിസൺസിന് മാത്രം കിട്ടുന്നതൊന്ന് ജസ്റ്റ് കവർ ചെയ്യാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഉടനെ വരുന്നുണ്ട്. സോ ഈ സിറ്റിസൺഷിപ്പ് കവർ ചെയ്യുമ്പം ഏതൊക്കെ റൈറ്റ്സാണ് നമ്മൾ സിറ്റിസൺസിന് കിട്ടുന്നതെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ ഈ പാർട്ട് എടുക്കുകയാണ്. സോ റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ആർട്ടിക്കിൾ 15 പ്രകാരമുള്ള ഡിസ്ക്രിമിനേഷനെതിരായിട്ടുള്ള റൈറ്റ് അത് സിറ്റിസൺസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 16 പറയുന്നത് ഇക്വാളിറ്റി, റൈറ്റ് ടു ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ ഫോറിനേഴ്സിന് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇക്വാലിറ്റി റൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ നടക്കാൻ പോകണില്ല, നമ്മൾക്ക് മാത്രമേ ആ റൈറ്റ് ഇവിടെ കിട്ടുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 പ്രകാരം റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെൻറ്റ്, റെസിഡൻസ് ആൻഡ് പ്രൊഫഷൻ. സോ ഇവിടെ നമുക്കുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മൾ സിറ്റിസൺസിന് മാത്രം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 29 and 30 പറയുന്ന പോലെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സും നമുക്ക് സിറ്റിസൺസിന് മാത്രം കിട്ടുന്നതാണ്. ഈ റൈറ്റ്സ് ഒന്നും തന്നെ ഫോറിനേഴ്സിന് അവൈലബിൾ ആയിരിക്കില്ല. ഈ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ആർട്ടിക്കിൾ 29 പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, കൾച്ചർ ഓഫ് മൈനോറിറ്റീസ്, ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 30 ഈ നമ്മുടെ മൈനോറിറ്റീസിൻ്റെ റൈറ്റിനെ കുറിച്ച് പറയണം. റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഇത് ഈ പറഞ്ഞ പോലെ ഫോറിനേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് അല്ല. അതുപോലെ തന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾക്ക് റൈറ്റ്സ് പോലെ നമുക്ക് കുറച്ച് പ്രിവിലേജും കൂടെ തരുന്നുണ്ട്. റൈറ്റ് ടു വോട്ട്, ഇലക്ഷൻസിലും ലോക്സഭ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസിലേക്കൊക്കെ നിൽക്കാനുള്ള ഒരു വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. റൈറ്റ് ടു കോണ്ടസ്റ്റ് ഫോർ ദ മെമ്പർഷിപ്പ് ഓഫ് ദ പാർലമെൻറ്റ് ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. എലിജിബിലിറ്റി ടു ഹോൾഡ് സർട്ടൻ പബ്ലിക് ഓഫീസസ്, ദാറ്റ് ഈസ് ലൈക്ക് നമ്മുടെ പ്രസിഡൻ്റായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റായിട്ട് നിൽക്കാൻ. ഇത്തരത്തിലുള്ള പ്രിവിലേജസ് ഒക്കെ നമ്മൾ സിറ്റിസൺസിന് മാത്രം കിട്ടുന്നതാണ്. ആൻഡ് ഈ സെയിം റൈറ്റ് ഏലിയൻസിന് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് മാത്രം കിട്ടുന്ന റൈറ്റ്സ് എന്തൊക്കെയാണ്? റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, ദെൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, അതുപോലെ തന്നെ റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു കോണ്ടസ്റ്റ്, പാർലമെൻറ്റിലേക്കൊക്കെ കോണ്ടസ്റ്റ് ചെയ്യാനുള്ളത്, പിന്നെ സർട്ടൻ പബ്ലിക് ഓഫീസസിലേക്കുള്ള ആ ഒരു എലിജിബിലിറ്റി. ഇതൊക്കെ നമ്മൾക്ക് മാത്രം കിട്ടുന്ന ഒരു റൈറ്റാണ്. നമ്മൾക്ക് റൈറ്റ്സ് കിട്ടുന്നുണ്ട്. നമുക്കൊരു റൈറ്റ് തരുന്നുണ്ടെങ്കിൽ, റൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചില ഡ്യൂട്ടീസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സോ അലോങ് വിത്ത് എബോ റൈറ്റ്സ്, ലൈക്ക് നമ്മൾ പറഞ്ഞ റൈറ്റ്സ് പോലെ തന്നെ സിറ്റിസൺസ് ഓൾസോ ഓ സർട്ടൺ ഡ്യൂട്ടീസ് ടുവേർഡ്സ് ഇന്ത്യൻ സ്റ്റേറ്റ്. എക്സാമ്പിൾ എന്തെങ്കിലും നമ്മൾ ടാക്സ് പേ ചെയ്യുന്നുണ്ട്, ടാക്സ് പേയിങ് സിറ്റിസൺ ആണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നാഷണൽ ഫ്ലാഗിനും നാഷണൽ ആന്തത്തിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മുടെ കൺട്രീനെ ഡിഫെൻഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.
Citizenship is listed in the Union list under the Constitution and thus it is under the exclusive jurisdiction of the Parliament. എന്ന് വെച്ചാൽ സിറ്റിസൺഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു പ്രൊഫഷനും നമ്മൾക്ക് ലൈക്ക് പാർലമെൻറ്റ് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി ദി പാർലമെൻറ്റ് ക്യാൻ മേക്ക് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ സിറ്റിസൺഷിപ്പ്. ഇത്തരത്തിൽ പാർലമെൻറ്റ് 1955 സിറ്റിസൺഷിപ്പ് ആക്ട് തന്നെ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന ഡേ എന്ന് പറയുന്നത് 26 ജാനുവരി 1950 ആണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഡേറ്റ് അതിലുണ്ടായിരിക്കും. അതായത് അതിൻ്റെ പ്രിയാമ്പിൾ തന്നെ എഴുതിയിട്ടുണ്ട്, ലൈക്ക് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി this 26th day of November 1949 do hereby adopt an act and give to ourselves this constitution എന്ന് പറഞ്ഞിട്ടാണ് പ്രിയാമ്പിൾ തീരുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ കമൻസ് ചെയ്ത സമയത്ത് ഈ നാല് തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾക്കിവിടെ സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ തന്നെ പേഴ്സൺ ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ. ഇനിയും പാകിസ്ഥാനിൽ നിന്ന് ആരെങ്കിലും പേഴ്സൺസ് മൈഗ്രേറ്റഡ് ഫ്രം പാകിസ്ഥാൻ, ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് മുന്നേ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആളുകൾക്ക് പേഴ്സൺ മൈഗ്രേറ്റഡ് ടു പാകിസ്ഥാൻ ബട്ട് ലേറ്റർ റിട്ടേൺഡ്. മൈഗ്രേറ്റ് ചെയ്ത് പോയിരുന്നു, പക്ഷേ ലൈക്ക് ആ പെർട്ടിക്കുലർ ടൈം പീരീഡിൽ തിരിച്ച് വന്നിട്ടുണ്ട്. ആൻഡ് പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഓറിജിൻ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ. So according to the constitution, the following 4 categories of persons become the citizens of India at its commencement. അതായത് ഡേറ്റ് ഏതാണ്? 26 ജാനുവരി 1950. Person domiciled in India, persons migrated from Pakistan, persons migrated to Pakistan but later returned, persons of Indian origin residing outside India. അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട്. സോ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എന്താണ്, സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഇവിടെ ഫോളോ ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റിസൺസ് വോളണ്ടറിലി വേറൊരു ഫോറിൻ കൺട്രീൻ്റെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്തിരിക്കാൻ പാടില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് എവറി പേഴ്സൺ ഹൂ ഈസ് ഓർ ഈസ് ഡീംഡ് ടു ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷുഡ് കണ്ടിന്യൂ ടു ബി സച്ച് സിറ്റിസൺ സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ മെയ്ഡ് ബൈ പാർലമെൻറ്റ്. നമ്മൾ പറഞ്ഞു പാർലമെൻറ്റ് ആണ് ഇതിലേക്കുള്ള സിറ്റിസൺഷിപ്പിലേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോ പാർലമെൻറ്റ് പറയുന്ന പ്രൊവിഷൻസ് നമ്മൾ അനുസരിച്ചിരിക്കണം. Parliament shall have the power to make any provision with respect to the acquisition and termination of citizenship. So, ultimate authority എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ കയ്യിലാണ്. ഒരാളുടെ സിറ്റിസൺഷിപ്പ് റിലേറ്റ് ചെയ്ത മാറ്റേഴ്സിൽ ഡിസിഷൻ എടുക്കുന്നത്, അത് ടെർമിനേറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ള ഡിസിഷൻ എടുക്കുന്നത് പാർലമെൻറ്റാണ്. ദെൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഞാൻ പറഞ്ഞ പോലെ 1955 പാർലമെൻറ്റ് എടുക്കുന്നത്. Citizenship Act 1955 provides for the acquisition and loss of citizenship after the commencement of the constitution. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത ഡേറ്റ് എന്താണ്? അത് 26 ജാനുവരി 1950 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്, സോറി ഫോർ ദാറ്റ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 26 നവംബർ 1914 ആണ്. സോ ആ ഡേറ്റാണ് ഞാൻ പറഞ്ഞ പോലെ പ്രിയാമ്പിളിൽ കൊടുത്തിരിക്കുന്നത്, നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡേറ്റ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ കെയിം ടു ഫോഴ്സ് ഓൺ 26 ജാനുവരി 1950. സോ അതുകൊണ്ട് തന്നെ നമ്മളിത് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. 26 നവംബർ 1914 എന്ന് പറയുന്നത് നമ്മൾ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റാണ്. അവിടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത ഡേറ്റാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ജാനുവരി 26, 1950 എന്ന് പറയുന്നത് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കമൻസ്മെൻറ്റ് ഡേറ്റാണ്. സോ കമൻസ്മെൻറ്റ് ടൈമിൽ ഉള്ള സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഇത് പ്രകാരമാണ് കിട്ടിയിരിക്കുന്നത്. ഈ 4 ക്രൈറ്റീരിയാസാണ് അതിലുള്ളത്. അതിനുശേഷം പാർലമെൻറ്റ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 കൊണ്ടുവന്നു. അതുവഴിയാണ് പിന്നീട് അക്വിസിഷൻ ആൻഡ് ലോസ് ഓഫ് സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുക, വേസ് ഓഫ് അക്വയറിങ് സിറ്റിസൺഷിപ്പാണ് നോക്കുന്നത്. സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 പ്രിസ്ക്രൈബ്സ് 5 വേസ് ഓഫ് അക്വയറിങ് സിറ്റിസൺഷിപ്പ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബൈ ബർത്ത്, ഡെസൻറ്റ്, രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. The Act does not provide for dual citizenship or dual nationality. അത് ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഫോളോ ചെയ്യുന്നത്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്നതും സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. വേറൊരു കൺട്രിയുടെ പൗരനായിരിക്കാൻ പാടില്ല. The Act does not provide for dual citizenship and dual nationality. ഈ 5 ക്രൈറ്റീരിയാസ് 5 വേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ട്. ഏതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. അതിലേക്ക് ഒറ്റ ശ്വാസത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ബൈ ബർത്ത്, ബൈ ഡെസൻ, ബൈ രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. സോ ഇതൊക്കെയാണ് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 പറയുന്ന പോലെ 5 വേസ് ആണുള്ളത്. ബൈ ബർത്ത്, ബൈ ഡെസൻ, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി.
ബൈ ബർത്ത് എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്ന സിറ്റിസൺഷിപ്പ്, നമ്മളിവിടെയാണ് ജനിച്ചത്, സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. ബൈ ഡസൻറ്റ് എന്ന് പറയുമ്പോൾ a person born outside India on or after January 26, 1950 is a citizen of India by descent. അപ്പം ഹിസ് ഓർ ഹെർ ഫാദർ എങ്ങനെയായിരിക്കണം, ഒരു ഓൾറെഡി ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ബൈ ബർത്ത്. അങ്ങനെ വരുമ്പം ബൈ ഡസൻറ്റ് നമ്മൾക്കും ഇവിടെ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടുന്നതായിരിക്കും. ഇതെങ്കിലും നിങ്ങൾ പോയിൻ്റ് ഓർത്ത് ചേർത്ത് നോക്കുക. ഇത് ഡേറ്റ് ഓർത്ത് വെക്കാൻ വലിയ പാടുണ്ടാകത്തില്ല, നമ്മൾ കമൻസിൻ്റെ ഡേറ്റ് തന്നെ ഓർത്താൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ on or after December 10, 1992 but before December 3, 2004 if either of his or her parent was a citizen of India by birth. സോ 1992നും 2004നും ഇടയ്ക്കുള്ള കാലാവധിയിൽ ജനിച്ചിട്ടുള്ള ആളുകൾ, പക്ഷേ ഇന്ത്യയിലല്ല ജനിച്ചതെന്ന് വെച്ചോ, ബട്ട് അവരുടെ പേരൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണ് ബൈ ബർത്ത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ബൈ ഡസൻറ്റ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഫ് എ പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ ഓൺ or after December 3, 2004 has to acquire citizenship, his or her parents have to declare that the minor does not hold a passport of another country and his or her birth is registered at an Indian consulate within 1 year of birth. സോ വേറൊരു കൺട്രിയുടെ പാസ്പോർട്ട് ഉണ്ടാകാൻ പാടില്ല മൈനറിന് എന്ന് പേരൻസ് ഡിക്ലെയർ ചെയ്യണം. അതുപോലെ തന്നെ ജനിച്ചിട്ട് വിത്തിൻ 1 year തന്നെ ഒരു കോൺസുലേറ്റിൽ പോയിട്ട് നമ്മൾ ഇന്ത്യൻ കോൺസുലേറ്റിൽ പോയിട്ട് നമ്മളിത് ബർത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണം. ഇത് 2004 ഡിസംബർ 3 ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ആളുകളുടെ കേസാണ് പറയുന്നത്. അവരുടെ പേരൻസ് എന്താ ചെയ്യേണ്ടത്, ഡിക്ലെയർ ചെയ്യണം മൈനർക്ക് വേറൊരു കൺട്രിയുടെ പാസ്പോർട്ട് ഇല്ല ആൻഡ് വേറെ കൺട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ കൺട്രിയിൽ വന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് രജിസ്റ്റർ ചെയ്യണം വിത്തിൻ 1 year ഓഫ് ബർത്ത്. നെക്സ്റ്റ് ബൈ രജിസ്ട്രേഷൻ. സിറ്റിസൺഷിപ്പ് ക്യാൻ ഓൾസോ ബി അക്വയർഡ് ബൈ രജിസ്ട്രേഷൻ. എന്തൊക്കെയാണ് കുറച്ച് മാൻഡേറ്ററി റൂൾസ് ഇതിനുണ്ട്. So, a person of Indian origin who has been a resident of India for 7 years before applying for registration. നമ്മൾ ഇവിടെ റെസിഡൻ്റ് ആയിട്ട് 7 years നിന്നിട്ടുണ്ട് ആൻഡ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള പേഴ്സൺ ആണ് എങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ വഴി കിട്ടുന്നതായിരിക്കും. A person of Indian origin who is a resident of any country outside undivided India. അൺഡിവൈഡഡ് ഇന്ത്യയുടെ പാർട്ടായിരുന്ന ഏതെങ്കിലും ഒരു പാർട്ടിലുള്ള ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളുകൾക്ക് രജിസ്ട്രേഷൻ വഴി കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഈസ് മാരീഡ് ടു ആൻ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് ഈസ് ഓർഡിനറിലി റെസിഡൻറ്റ് ഫോർ 7 years ബിഫോർ അപ്ലൈങ് ഫോർ ദ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന് മുന്നേ ഇവിടെ 7 വർഷം റെസിഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സിറ്റിസനെ കല്യാണം കഴിച്ചിട്ടുള്ള വ്യക്തി, അവർക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ വഴി കിട്ടും. അടുത്ത ആർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മൈനർ ചിൽഡ്രൻ ഓഫ് പേഴ്സൺസ് ഹു ആർ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സിറ്റിസൻസിൻ്റെ മൈനർ ആയിട്ടുള്ള കുട്ടികൾക്കും ഇവിടെ രജിസ്ട്രേഷൻ വഴി സിറ്റിസൺഷിപ്പ് കിട്ടും. നെക്സ്റ്റ് നാച്ചുറലൈസേഷൻ. ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഓൺ ആൻ ആപ്ലിക്കേഷൻ ഗ്രാൻഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് നാച്ചുറലൈസേഷൻ ടു എനി പേഴ്സൺ. പക്ഷേ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു ഇല്ലീഗൽ മൈഗ്രൻ്റ് ആകാൻ പാടില്ല. നമ്മൾക്ക് എപ്പോഴും കേൾക്കുന്നതാണ് ഇല്ലീഗൽ മൈഗ്രൻസിനെ നമ്മൾ അവിടുന്ന് കടത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലൊക്കെ മിക്കപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെത്. റീസെൻ്റ്ലി കൂടെ കുറച്ച് ന്യൂസ് ഉണ്ടായിരുന്നു. സോ ഇല്ലീഗൽ മൈഗ്രൻസ് ആവാൻ പാടില്ല. അങ്ങനെ അല്ലാത്തവർക്ക് ഒരു നാച്ചുറലൈസേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. നെക്സ്റ്റ് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. If any foreign territory becomes a part of India, the government of India specifies the persons who among the people of the territory shall be the citizens of India. Such persons become the citizens of India from the notified date. So നമ്മുടെ ഗവൺമെൻറ് തന്നെ തീരുമാനിക്കും എന്ന് മുതലാണ്. സോ നമ്മളൊരു പാർട്ട് ഏതെങ്കിലും ഒരു ടെറിട്ടറി നമ്മൾ അക്വയർ ചെയ്തു അല്ലെങ്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ നമ്മുടെ സിറ്റിസൻസ് ആയിട്ട് എന്ന് മുതൽ പ്രഖ്യാപിക്കണം എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, വെൻ പോണ്ടിച്ചേരി became part of India, the government of India issued a citizenship Pondicherry Order 1962 under the Citizenship Act 1955. സോ നമ്മൾ 5 വേസും കവർ ചെയ്തു. സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ടുള്ള 5 വേസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ബൈ ബർത്ത്, ബൈ ഡെസൻറ്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള വഴി പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് പാർലമെൻറ്റ് ഡിസൈഡ് ചെയ്യും ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് എപ്പോൾ പോകണം എന്നുള്ള അല്ലെങ്കിൽ കളയണം എന്നുള്ള സംഭവം അല്ലേ. സോ the act also provides 3 ways by which a citizen may lose his Indian citizenship. So അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബൈ റെനൗൺസിയേഷൻ, ബൈ ടെർമിനേഷൻ, ബൈ ഡെപ്രിവേഷൻ. സോ RTD എന്തൊക്കെയാണ്? ബൈ റെനൗൺസിയേഷൻ, ബൈ ടെർമിനേഷൻ, ബൈ ഡെപ്രിവേഷൻ. ഈ 3 വേസും മറന്നു പോകാൻ പാടില്ല. നമ്മൾ അക്വയർ ചെയ്യാനുള്ളത് 5 വേസ് ആയിരുന്നു. അത് ഏതൊക്കെയാണെന്ന് റീകളക്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ലോസ് ആവാനുള്ള വേസ് എന്ന് പറയുന്നത് 3 വേസ് ആണുള്ളത്.
by renunciation, by termination, by deprivation, RTD. So by renunciation, any citizen of India full of age and capacity can make a declaration renouncing his Indian citizenship. അപ്പം നമ്മൾ തന്നെ വേണ്ടാന്ന് വെക്കുകയാണ് നമ്മുടെ സിറ്റിസൺഷിപ്പ്, അപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ദ രജിസ്ട്രേഷൻ ഓഫ് ദ ഡിക്ലറേഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുമല്ലോ, അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ദാറ്റ് പേഴ്സൺ സീസസ് ടു ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. നമ്മൾ തന്നെ എന്താണ്, നമ്മൾ സിറ്റിസൺ അല്ല എന്നുള്ളത് അവിടെ നിർത്തി പോവുകയാണ്. നെക്സ്റ്റ് ബൈ ടെർമിനേഷൻ. റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സിറ്റിസൺ വോളണ്ടിയർലി വേറെ ഏതെങ്കിലും ഒരു കൺട്രിയുടെ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റഡ് ആവും. ഓക്കെ, വെൻ ആൻ ഇന്ത്യൻ സിറ്റിസൺ വോളണ്ടിയർലി അക്യൂവേഴ്സ് ദി സിറ്റിസൺഷിപ്പ് ഓഫ് എനി അനദർ കൺട്രി, ഹിസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈ ഡെപ്രിവേഷൻ. ഇത് കമ്പൽസറി ടെർമിനേഷനാണ്. കമ്പൽസറി ടെർമിനേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അതെപ്പോഴാണ് കമ്പൽസറി ആയിട്ട് എപ്പോഴാണ് കമ്പൽസറി ടെർമിനേഷൻ നടക്കുകയെന്ന് വെച്ചാൽ, ഇഫ് ദ സിറ്റിസൺ ഹാസ് ഒബ്റ്റെയിൻഡ് എ സിറ്റിസൺഷിപ്പ് ബൈ ഫ്രോഡാണ് അയാൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓർ ഷോൺ ഡിസ്ലോയാലിറ്റി ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയോട് എന്തെങ്കിലും ഡിസ്ലോയാലിറ്റി കാണിച്ചു, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അങ്ങനെയാണെങ്കിൽ, ദെൻ അൺലോഫുള്ളി ട്രേഡഡ് ഓർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനിമി ഡ്യൂറിങ് എ വാർ, സ്പൈ ആയിട്ട് വല്ലതും ബിഹേവ് ചെയ്തു, അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ, വിത്തിൻ 5 years ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓർ നാച്ചുറലൈസേഷൻ, ബീൻ ഇംപ്രിസൺഡ് ഇൻ എനി കൺട്രി ഫോർ 2 years. സോ നമ്മുടെ രജിസ്ട്രേഷൻ വഴിയാണ് അല്ലെങ്കിൽ നാച്ചുറലൈസേഷൻ വഴിയാണ് ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയെന്നിരിക്കട്ടെ, അതിൽ കിട്ടി വിത്തിൻ 5 years അയാൾ ഏതെങ്കിലും മറ്റൊരു കൺട്രിയിൽ ഇംപ്രിസൺ ചെയ്യപ്പെട്ട് തടവിലായിട്ടുണ്ടെങ്കിൽ, 2 വർഷത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ, അയാളുടെ കമ്പൾസറി ആയിട്ട് നമ്മുടെ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ടെർമിനേറ്റ് ചെയ്ത് കളയും. നെക്സ്റ്റ്, ബീൻ ഓർഡിനറി റെസിഡൻറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ ഫോർ 7 years കണ്ടിന്യൂസ്ലി. 7 yearsൽ കൂടുതൽ നമ്മുടെ ഇന്ത്യയുടെ പുറത്ത് റെസിഡൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ സെൻട്രൽ ഗവൺമെൻറ് ഇത് ചെയ്യുക, കമ്പൾസറി ആയിട്ട് ടെർമിനേറ്റ് ചെയ്യും സിറ്റിസൺഷിപ്പ്. സോ 3 വഴിയാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് ലോസ് ആവുക: ബൈ റെനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡെപ്രിവേഷൻ. RTD, റെനൗൺസിയേഷൻ, ടെർമിനേഷൻ ആൻഡ് ഡെപ്രിവേഷൻ. റെനൗൺസിയേഷൻ നമ്മൾ സ്വയമേ എഴുതി കൊടുക്കുകയാണ്, ഞാനിവിടെ നിർത്താണ്, രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ്, ഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയാണ്, എനിക്കിവിടെ സിറ്റിസൺഷിപ്പ് ആവശ്യമില്ല എന്നുള്ള സംഭവം. നെക്സ്റ്റ് ടെർമിനേഷൻ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും കൺട്രിയുടെ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു. ബൈ ഡെപ്രിവേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കമ്പൾസറി ആയിട്ട് ടെർമിനേറ്റ് ചെയ്യാണ് നമ്മുടെ സിറ്റിസൺഷിപ്പ്. അതിന് 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഫ്രോഡ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും ഡിസ്ലോയൽറ്റി ചെയ്തു, പിന്നെ അൺലോഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് പ്രത്യേകിച്ച് വാറിൻ്റെ ടൈമിൽ എനിമീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നാച്ചുറലൈസേഷനോ രജിസ്ട്രേഷനോ വഴി സിറ്റിസൺഷിപ്പ് കിട്ടിയ ഒരാൾക്ക് വിതിൻ 5 years അയാൾ ഏതെങ്കിലും മറ്റൊരു കൺട്രിയിൽ 2 വർഷത്തേക്ക് ഏതെങ്കിലും ഇംപ്രസൻ്റ് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും കൺട്രിയിൽ പോയിട്ട് 7 yearsൽ കൂടുതൽ അയാൾ ഒരു ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കമ്പൾസറി ആയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ടെർമിനേറ്റ് ചെയ്ത് കളയും. ഇത്രയാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.